അയലൂർ ന്യൂ ജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ പരിശീലനം നൽകുന്നു. കമ്പ്യൂട്ടർ അടിസ്ഥാന പഠനം, സ്പോക്കൺ ഇംഗ്ലീഷ്, ബ്യൂട്ടീഷ്യൻ, ടൈലറിംഗ് മേഖലകളിലാണ് പരിശീലനം നൽകുന്നത്. അയലൂർ ബസ് സ്റ്റാൻഡിനോടടുത്തുള്ള അശ്വതി കോംപ്ലക്സിലാണ് പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിട്ടുള്ളത്. ക്ലാസുകളുടെ ഉദ്ഘാടനം എയ്സ് കോളേജ് പ്രിൻസിപ്പൽ രാംലാൽ നിർവഹിച്ചു. അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അച്ഛൻ്റെ റിട്ടയർമെന്റ് കാലത്തിന് ശേഷമാണ് ഞാൻ നെന്മാറ വന്ന് താമസമാക്കിയത്. അന്ന് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, സ്കൂളിൽ പോലും പോകാൻ ശ്രമിക്കാതെ ചുറ്റുപാടും ഉള്ള മറ്റു കാര്യങ്ങളിൽ താല്പര്യം കണ്ട് നടക്കുന്ന വിദ്യാർത്ഥികൾ, കുറെ കുട്ടികളെയാണ് കണ്ടത്. അവരുടെ അച്ഛനമ്മമാര് ജോലിക്ക് പോയിട്ടുണ്ടാവും, തിരിച്ചു വരും, അവർ സ്കൂളിൽ കൊണ്ടിട്ടായിരിക്കും പോയിരിക്കുന്നത്. പക്ഷെ ഈ കുട്ടികൾ പല കാര്യങ്ങളിലും ഇവിടെ തന്നെ കറങ്ങി നടക്കുന്ന ഒരു സ്വഭാവം. അന്നൊക്കെ ജസ്റ്റ് ഒരു ഇലക്ട്രീഷ്യൻ പണിക്കോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ജോലിക്കോ മാത്രമാണ് അവരിൽ കുറച്ച് പേർക്ക് ഇൻട്രസ്റ്റ് കണ്ടിരുന്നത്. ബാക്കിയുള്ളവർ നന്നായി പഠിച്ചു പോകുന്നവർ ആരെങ്കിലും പോകുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് എന്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. ജീവിതത്തിൽ അവസാനം വരെ ചെരുപ്പ് പോലും ഉപയോഗിച്ചിട്ടില്ല. അധ്യാപകനായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ ഉണ്ടായിരുന്ന എല്ലാ സ്ഥാനങ്ങളിലും കിട്ടിയിരുന്ന ഓണറേറിയം വരെ തിരിച്ച് സർക്കാരിന് നൽകി എന്റെ ഉപജീവനത്തിന് ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ്. ട്രസ്റ്റ് രക്ഷാധികാരി റിട്ടയർഡ് കേണൽ AR ഗണപതി അധ്യക്ഷത വഹിച്ചു. സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചർ ഐശ്വര്യ, ടൈലറിംഗ് ടീച്ചർ വിജയമ്മ, ബ്യൂട്ടീഷ്യൻ ടീച്ചർ അഞ്ജലി, സലീഷ് കുമാർ, വിജു, പ്രസാദ്, സന്തോഷ്, ചന്ദ്രൻ വടക്കേതിൽ എന്നിവർ പ്രസംഗിച്ചു.